ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ സംസാരം സ്പീഡാണോ സ്ലോ ആണോ? നിങ്ങൾ 1x തന്നെയാണോ എൻ്റെ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് സ്പീഡാക്കിയിട്ടാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഹക്കുറോനെ കാണിക്കുന്ന ഹക്കുറോ പറയുന്ന പോരട്ടേന്ന്. അപ്പോൾ ഒരു മാഗ്നറ്റോറിനെ വലിച്ചെറിയുന്ന ആ മാഗ്നറ്റോറിനെ 2 കഷ്ണാക്കി 3 കഷ്ണാക്കി കളയുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഹക്കുറോ പറയുന്നത് ഇതല്ല എന്തെന്ന്. നമ്മുടെ ഗോപ്തയാണ് പറയുന്നത് നിങ്ങൾ വലിയ സംഭവം തന്നെയെന്ന്. അങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന കൃത്യതയോടുകൂടെ 3 കഷ്ണാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇന്നത്തെ വരെ ഡിന്നർ. നമ്മുടെ ഹക്കുറോ പറയുന്നതാണ് പണിയെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖം തന്നെ പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് കൈസലിനും കൂബേനെല്ലാം. അവരെല്ലാം ഈ ഫെദേഴ്സ് നോക്കിയിട്ട് പറയുന്നതാണ് ഇത് ഭയങ്കര നല്ലൊരു മെറ്റീരിയലാണെന്ന്. കൂബയെല്ലാം പറയുന്ന ഇത് വെച്ച് നമുക്ക് വാളെല്ലാം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതാണ് ഇത് വെച്ച് നല്ല നല്ല ആർമറും ഷീൽഡെല്ലാം ഉണ്ടാക്കാമെന്ന്, ഇത് വെച്ച് നല്ല വരുമാനം നേടാമെന്ന്. ഇവിടെ ഒരു പാർട്ടി തന്നെയാണ് നടക്കുന്നത്. കാരണം ഗ്രാവിറ്റീസിനെ തോപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വലിയൊരു പാർട്ടിയാണ് നടക്കുന്നത്. നമ്മുടെ റിമുറോ പറയുന്നതാണ് അങ്ങനെ നമ്മൾ ഗ്രാവിറ്റീസിനെയും തോപ്പിച്ച് വലിയൊരു വരാനിരുന്ന ദുരന്തവും ഇല്ലാണ്ടാക്കി. പിന്നെ നമ്മൾ രാജാക്കന്മാരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും ക്രിയേറ്റ് ചെയ്ത് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്. സ്ലൈമ് മില്ലിയനോട് പറയുന്നതാണ് താങ്ക് യു, നീ അതിനെ തോപ്പിച്ചതിന്, നീ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂലെന്ന്. മില്ലിയൻ പറയുന്നത് ഇതല്ല എന്ത്, ഇത് ഇവരെ ചെറിയ കാര്യം, അതിൻ്റെ അത്ര പോലും പവർ ഉപയോഗിച്ചില്ലാന്ന്. പിന്നെ നീ വേണമെന്ന് ചോദിച്ചാൽ നീ എനിക്ക് ഡീമൺ ആകാന്ന്. നമ്മുടെ റിമുറോ പറയുന്നത് എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എന്നിട്ട് റിമുറോ ചോദിക്കുന്നതാണ് നീ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്, ഈ ഡീമൺ ആയിട്ട് എന്താ ഗുണമുള്ളത്, നീ എന്തെങ്കിലും ഡീമൺ ആയെന്ന്. അവിടെ നമ്മുടെ മിലിയും പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കെന്തെങ്കിലും അപകടം പറ്റിയെന്നോ, എന്തെങ്കിലും ദുരന്തം കാരണമാണ് ഞാൻ ഡീമൺ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ടോന്ന്. അപ്പം റിമുറോ പറഞ്ഞു നീ എന്ന് ഇത് എന്നോട് ചോദിക്കുന്നതെന്ന്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, വിട്ടേ. നീയും ഞാനിപ്പം കൂട്ടുകാരാകാൻ കാരണം ഞാനൊരു ഡീമൺ ആയതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞാൽ എനിക്കിപ്പോൾ അത്ര ശരിയല്ല, ഞാൻ ഒന്ന് പോന്നാന്ന് പറഞ്ഞിട്ട് ഓൾ ഡ്രസ്സ് ഇട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അതിന് മുമ്പ് പറയുന്നതാണ് ഞാൻ ബാക്കി ഡീമൺ ലോഡിനോടെല്ലാം പറയുന്നു നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന്. അവിടെ ബാക്കി പെമ്പിള്ളേർ പറയുന്ന നീ അവരെ കെണിയിൽ വീഴാണ്ട് സൂക്ഷിച്ചു എന്ന്. നമ്മുടെ മിലിയും പറയുന്ന ഞാൻ അവരെ കെണിയിലൊന്നും ഇനി വിടൂല, ഞാൻ അത്രയും ബുദ്ധിശാലിയാന്ന്. ഇത് കേട്ട് റിമുറോ എന്തോ പറയാൻ വന്നേ, പക്ഷെ അപ്പോഴത്തേക്ക് അവൾ പോയി. നമ്മുടെ റിമുറോ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നതാണ്. അന്നേരം അവന് ഡ്രീം ചെയ്യുന്നതാണ്. ഷിസു പറയുന്നതാണ് റോയൽ കിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ കുട്ടികളെ ഒരുക്കുക, അഥവാ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിമുറു കരയുന്നതാണ് കാണിക്കുന്നത്. റിമുറുവിന് മനസ്സിലാകുന്നില്ല എന്തിട്ട് അവൻ കരയുന്നതെന്ന്. നമ്മുടെ റിമുറു രംഗേനെ പുറത്തേക്ക് വിചാരിക്കുന്ന ഇന്നലെ വന്ന ഒരു ഡ്രീമൊന്നുമല്ല, പാസ്റ്റ് മെമ്മറീസാണ്. കാരണം മരിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടെന്ന്. ആ സ്റ്റുഡൻസ് എല്ലാം റോയൽ കിങ്ഡത്തിലുള്ളതെന്ന്. അവരെല്ലാം ഇതേപോലെ ജപ്പാനിൽ നിന്ന് റീഇൻകാർണേറ്റഡ് പിള്ളേരാണെന്ന്. എന്തായാലും കുഴപ്പമില്ല, എൻ്റെ വില്ലേജ് ഇപ്പോൾ സ്റ്റേബിളാണ്, ഞാനിപ്പോൾ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അവൻ മീറ്റിങ്ങിലിരുത്തി എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഹാക്കുറു പറയുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആയാൽ നമ്മളെന്ത് ചെയ്യുമെന്ന്, നിങ്ങളെന്തായാലും ഒരു ചെയിൻസിലും കൂടിയല്ലേന്ന്. അപ്പം നമ്മൾ റിമുറോ പേടിക്കേണ്ട, രംഗയോ എൻ്റെ കൂടെ തന്നെ വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് രംഗയും അവന് പോകാൻ നിൽക്കുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോടും പറയുന്നത് നിങ്ങൾക്ക് തന്ന ജോലികൾ കൃത്യമായി ചെയ്താൽ മതി, ഞാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഇപ്പോൾ റിമുറോ ഒരു മാപ്പ് കാണിക്കുന്ന ഇംഗ്രേഷ്യ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്താണ് പോകേണ്ടത്. പക്ഷേ ഹോളി എംപയർ അതിലേ കൂടിയാണ് പോകേണ്ടത്. ആ മാപ്പാണ് കാണുന്നത്. പിന്നെ നമ്മുടെ റിമുറോ അനുസരിച്ച് വിചാരിക്കുന്നതാണ് യൂക്കി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അവർ കുറച്ച് ദിവസത്തിന് ശേഷം 3 ദിവസമേ ഉള്ളൂ അതിനുള്ളിൽ ഇംഗ്രേഷ്യ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തെത്തിന്. കാരണം രംഗേൻ്റെ ഫാസ്റ്റ് സ്പീഡാണ് ഇതിന് കാരണം. റിമുറോ പിന്നെ ഇംഗ്രേഷ്യയിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഷിസുവിൻ്റെ മാസ്കും വെച്ചിട്ടുണ്ട്. കാരണം അഥവാ അവിടെ ഒരു മാജിക്കൽ ടൂളായിട്ട് ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാണ്ടിരിക്കുക അവൻ്റെ മാജിക്കൽ പവേഴ്സ്. പിന്നെ അവൻ്റെ കാർഡ് കാണിച്ച് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റിയിട്ടുണ്ട്. റിമുറോ ആ വില്ലേജ് മൊത്തം ഇങ്ങനെ നടന്ന് കളിക്കുമ്പോൾ അവൻ നോക്കി ഞെട്ടിപ്പോയി. കാരണം ഈ ഗ്ലാസ്സാണ്, ഈ സ്ഥലത്ത് ഗ്ലാസ് ഇവൻ പ്രതീക്ഷിച്ചില്ല, അതും ഇത്രയും വലിയ ഗ്ലാസ്. പിന്നെ നോക്കിയപ്പോൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ബിൽഡിങ് തന്നെയാണ്. അതിൻ്റെ അവിടെയും നല്ല റിച്ചായ സെറ്റപ്പ്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ ഭയങ്കര റിച്ച് ആയിരിക്കും എന്ന് കരുതുന്നത്. എനിക്ക് പറയാനാണ് എനിക്ക് ഹെഡ് മാസ്റ്റർ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് ആ പെണ്ണ് കാലി റൂമിലേക്ക് കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടുത്തെ ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് എൻ്റെ പേരാണ് ഗ്രാൻഡ് മാസ്റ്റർ യൂക്കിന്ന്. എനിക്ക് പറയുന്നത് സോറി ഞാൻ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറഞ്ഞത് നീ ഷിസു അല്ലേ, ഷിസു ടീച്ചർ ഇങ്ങനെ ഈ ബോഡിയിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ നോട്ടം കഴിഞ്ഞ ശേഷം റിമുറോ പറയുന്ന ഇങ്ങനെ നോക്കി പഠിപ്പിക്കേണ്ട, കാരണം എൻ്റെ ഒരു എബിലിറ്റിയാണ്, ഞാൻ എന്ത് കഴിച്ചാലും ആ രൂപത്തിലേക്ക് എനിക്ക് മാറാൻ പറ്റുന്നു. അപ്പോൾ അവൻ പറയുന്നതാണ് നീ എന്താണ് ഷിസുവെ കൊന്നോ? അപ്പോൾ നമ്മുടെ റിമുറോ പറഞ്ഞ അതൊന്നുമല്ല, ഞാൻ അസൂറ ഫോറസ്റ്റിൻ്റെ ചെയിൻസലറും കൂടിയാണ് എന്ന്. എന്നിട്ട് അവൻ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും, ഓനൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല.
ഇവരെന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, സമാധാനത്തോടെ കുട്ടി ഞാനൊരു സ്ലൈമാണെന്ന്. എനിക്ക് പറഞ്ഞു ഈ ലൈന് അതെ ഇത് ഗെയിമാണ്, ഞാൻ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കിയെന്ന്. എന്നിട്ട് അവരിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്താ സംഭവം എനിക്കും തിരിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ജപ്പാനിലുള്ള ഏതെങ്കിലും പ്രശസ്തമായ ഗെയിമായിരിക്കും, അതിൻ്റെ ഏതെങ്കിലും ഡയലോഗ് ആയിരിക്കണം. നമ്മുടെ റിമുറു യൂക്കിനോട് പറയുന്നതാണ്, നീ എത്ര വാങ്ങിയ എപ്പിസോഡ് ആനിമീസ് എല്ലാം കണ്ടു, അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയ സാധനങ്ങളാണ്. എനിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് കേട്ട് യൂക്കിയാണ് വളരെയധികം എക്സൈറ്റഡ് ആകുന്നതാണ്. എനിക്ക് ഇനിയും പറ എനിക്കിതെല്ലാം ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എക്സൈറ്റഡ് ആയിട്ട് പറയുന്നതാണ്. എനിക്കിത് കേൾക്കുന്നതിനെക്കാട്ടും നല്ല കാണുന്നതായിരുന്നു, പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാന്ന്. ഇത് കേട്ട് റിമുറു പറയുന്നത് കുറേ പേപ്പറാണ്, എൻ്റെ പേപ്പർ കൊണ്ടോ കൊടുക്കുന്നത്. ഇവൻ പറയുന്നത് എന്തിനാ പേപ്പർ? റിമുറു ആ സെക്കൻഡ് കൊണ്ട് ആ പേപ്പർ വിഴുങ്ങി ഒരു കോമിക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞത് ഇതല്ലേ നിന്റെ കോമിക്സ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ കോമിക്സ് എല്ലാം ആക്കിയെന്ന്. നമ്മുടെ റിമുറു എന്ന ഗ്രേറ്റ് സ്റ്റേജിൻ്റെ പവറുള്ളതുകൊണ്ട് എൻ്റെ ഓൾഡ് മെമ്മറീസ് ഇതിലേക്ക് പ്രിൻ്റ് അടിക്കുകയും ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞെന്ന്. അപ്പോൾ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നതാണ്, എൻ്റെ ശക്തി നീ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ റിമുറു പറയുന്നത് ഇതെല്ലാം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അവിടെ പലതരം നോവൽസും ബുക്സും പിന്നെ കോമിക്സും എല്ലാം നിറച്ച് വെച്ച് എനിക്ക് റിമുറു ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം മനസ്സിലായില്ലേ ഞാനോ നല്ല സ്ലൈമാണെന്ന്. അപ്പോൾ മറ്റോ പറയുന്നതാണ്, അതെ എനിക്ക് മനസ്സിലായി നീ ഇപ്പം നല്ല സ്ലൈമാണെന്ന്. നമ്മുടെ ചെക്കൻ റിമുറുവിനോട് ചോദിക്കുന്ന, നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്ന്, നിനക്ക് നിന്റെ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന്. റിമുറു പറഞ്ഞാൽ വേണ്ട അതല്ലാന്ന്. അപ്പോഴും റിമുറു പറഞ്ഞാൽ നല്ല സാധ്യമാവുമെന്ന്. പിന്നെ ചെക്കൻ പറയുന്നതാണ്, അതെ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്, ഏൻഷ്യൻ ടൈമിലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന്. റിമുറു പറഞ്ഞാൽ അതല്ല വന്നേ, ഞാൻ ഷിസുവിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഷിസുവിൻ്റെ സ്റ്റുഡൻസിനെ ഒന്ന് കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. യൂക്കി കാരണം റിമുറുവിന് അവിടെ ജോബ് കിട്ടി ഒരു ടീച്ചർ എന്ന രീതിയിൽ. എനിക്ക് റിമുറുവിനോട് യൂക്കി പറയുന്നതാണ്, നിനക്ക് ഇറാഖിനെ കുറിച്ച് അറിയുമെന്ന്. അപ്പം റിമുറു പറഞ്ഞ അറിയാം, നമ്മുടെ ഷിസുവിൻ്റെ സ്റ്റുഡൻ്റ് അല്ലേന്ന്. സെക്കൻഡ് ഇയർ കൊണ്ട് തന്നെ അത്രയും പവർഫുൾ ആയതിനും നമ്മുടെ ഷിസുവിൻ്റെ ഏകദേശം കണക്കിനാണ്. നമ്മുടെ യൂക്കി റിമുറുവിനോട് ചോദിക്കുന്ന, നിനക്ക് സമൻസ് എന്താണെന്ന് അറിയുമെന്ന്. അപ്പോൾ റിമുറു പറയുന്നതാണ്, സമൻസിനെ കുറിച്ച് വെണ്ടോറ എന്നോട് പറഞ്ഞു. അത് വെച്ചാൽ ഒരു വർഷത്തോളം അതിനെ കഠിന പ്രയത്നം എടുത്തിട്ട് ഒരു മാജിക്കൽ സർക്കിൾ ഉണ്ടാക്കിയിട്ടാണ് സമൻ ചെയ്യുകയെന്ന്. എന്നിട്ട് ഇവരെ ഒരു വെപ്പണിനെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂക്കി പറയുന്നതാണ്, സമൻ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പവർ ഉണ്ടാവും. അവിടെ നമ്മുടെ സ്ലൈമർ എന്നാണ് ഷിസുവിനുള്ള പോലെയെന്ന്. അപ്പോഴും പറയുന്ന അതെ അന്നേരം ചെറിയ പിള്ളേരെല്ലാം വരും സമൻ ചെയ്തിട്ട്, അവർക്കും ഉണ്ടാവും ചില പവേഴ്സ്, പക്ഷെ പുറത്തെടുക്കാൻ പറ്റൂല അവർക്ക്. ഷിസു ഇതേപോലെ തന്നെ കുട്ടിക്കാലത്തല്ലേ സമനായിരുന്നു. അപ്പോൾ അതെ 10 വയസ്സിട്ട് താഴെയുള്ളവർ ആരെങ്കിലും സമനായിട്ടുണ്ടെങ്കിൽ അവർ 5 വർഷം മാക്സിമം ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ റിമുറു പറഞ്ഞു, ഇത് വളരെ മോശമാണല്ലോ, അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയുന്നതാണ്, അതെന്താ കാരണം വെച്ചാൽ ഇവിടെ കുറേ അധികം രാജ്യങ്ങൾ സമൻ ചെയ്യുന്നുണ്ട് ആൾക്കാരെ, കാരണം അവരെ വെപ്പണായിട്ട് ഉപയോഗിക്കാൻ. റിമുറു പറഞ്ഞാൽ, ഞാൻ പഠിപ്പിക്കുമ്പോൾ വന്ന ഷിസുവിൻ്റെ പിള്ളേരും സമനായിട്ട് വന്നില്ലേന്ന്. എന്നിട്ട് പറയുന്നതാണ്, ഞാനിവരെ നല്ല രീതിക്ക് തന്നെ പഠിപ്പിക്കും, അവരെ നല്ല രീതിക്ക് വളർത്തി പവർഫുൾ ആക്കുന്നു. റിമുറു ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയതും റിമുറു ഒരു ഫയർ അറ്റാക്ക് കൊള്ളുന്നതാണ്, പക്ഷെ അവൻ ചാടി രക്ഷപ്പെടുന്നുണ്ട്. ആ ഫയർ അറ്റാക്ക് ചെക്കനാണ് ചെയ്തത്. ഇവൻ്റെ ഈ അറ്റാക്ക് വേണ്ടിയിട്ട് റിമുറു പറയുന്നതാണ്, ഇങ്ങനെ പവർ ഉപയോഗിച്ച് ഇവർ മരിക്കുന്ന തന്നെയാണല്ലോ പറഞ്ഞ എന്നോട്, എന്നിട്ട് ഇവർ ഫ്രീലി ഇങ്ങനെ പവർ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും ഈ കുട്ടീനെ വളരെയധികം പൊക്കുന്നുണ്ട്, നീ നല്ല രീതിയിൽ ഉപയോഗിച്ച് പവർ എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു പെൺകുട്ടി പറയുന്നതാണ്, ഇത് ഷിസുവിനെ പോലെ ഷിസു ടീച്ചറെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന്. ഒരാളെ പേര് പറയുന്ന കന്യ മിസാക്കി, റിയോത്ത സിക്കിഹൂഷി, ഗെൽ ഗിബ്സൺ 11 വയസ്സ്, ആലിസ് റോണ്ടോ 9 വയസ്സ്, കാലിയോ ആൽബർട്ട് 10 വയസ്സ്. ബാക്കി 2 ആൾക്ക് ഫസ്റ്റ് ഉള്ളവർക്കും 10 വയസ്സ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഈ വീഡിയോയിലും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ബൈ.